My dear students, in the last class, we have studied about the cell organelles seen in the plant cell. They are endoplasmic reticulum, ribosomes, mitochondrion, vacuole, Golgi complex and chloroplast. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അവയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ, ഫേനം, ഗോൾഗി കോംപ്ലക്സ്, ഹരിതകണം എന്നിവ. We have already studied about mitochondrion and endoplasmic reticulum in detail. കഴിഞ്ഞ ക്ലാസ്സിൽ മൈറ്റോകോൺഡ്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നീ കോശാംഗങ്ങളെക്കുറിച്ച് വിശദമായി നാം പഠിച്ചു കഴിഞ്ഞു. Today we can study about the other cell organelles. ഇന്ന് നമുക്ക് മറ്റ് കോശാംഗങ്ങളെക്കുറിച്ച് പഠിക്കാം. The next cell organelle is ribosome. അടുത്ത കോശാംഗമാണ് റൈബോസോം. Where it is seen? Where these ribosomes are seen? എവിടെയാണ് ഈ റൈബോസോം കാണപ്പെടുന്നത്? Ribosomes are seen either attached to the endoplasmic reticulum or free in the cytoplasm. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം. It is seen either attached to the endoplasmic reticulum or free in the cytoplasm. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണുന്ന കോശാംഗമാണ് റൈബോസോം. What is the function of റൈബോസോം? എന്താണ് റൈബോസോമിന്റെ ധർമ്മം? ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ. ദ ഫങ്ഷൻ ഓഫ് റൈബോസോം ഈസ് പ്രോട്ടീൻ സിന്തസിസ്. എന്താണ് റൈബോസോമിന്റെ ധർമ്മം? റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. അപ്പോൾ എന്താണ് റൈബോസോമിന്റെ ധർമ്മം? മാംസ്യ നിർമ്മാണ കേന്ദ്രം. The next cell organelle is vacuole. There is a large vacuole seen inside the plant cell. അടുത്ത കോശാംഗമാണ് ഫേനം. സസ്യകോശത്തിൽ വലിയ ഒരു ഫേനം കാണപ്പെടുന്നു. The vacuole is covered by a characteristic membrane called tonoplast. ഫേനത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരമാണ് ടോണോപ്ലാസ്റ്റ്. The vacuole is covered by a characteristic membrane called tonoplast. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷമായ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടു കാണുന്ന കോശാംഗമാണ് ഫേനം. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് വാക്യൂൾ? വാക്യൂൾ സ്റ്റോർസ് വാട്ടർ, സോൾട്സ് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. എന്താണ് ഫേനത്തിന്റെ ധർമ്മം? ഫേനം ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. വാട്ട് ആർ ദ മെറ്റീരിയൽസ്
seen inside the vacuole, water, salts and excretory materials. എന്തെല്ലാം വസ്തുക്കളാണ് ഫേനത്തിനുള്ളിൽ സംഭരിക്കുന്നത്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ. The next cell organelle is Golgi complex. What is the function of Golgi complex? It collects cell secretions like enzymes, hormones, mucus in small vesicles. അടുത്ത കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. എന്താണ് ഗോൾഗി കോംപ്ലക്സിന്റെ ധർമ്മം? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസാഗ്നികൾ അഥവാ എൻസൈമുകൾ, ഹോർമോണുകൾ, അതുപോലെ ശ്ലേഷ്മരസം ഇവയെല്ലാം സംഭരിക്കുന്ന ചെറു സ്തര സഞ്ചികളാണ് ഗോൾഗി കോംപ്ലക്സുകൾ. Where it is seen in plenty, where these Golgi complex are seen in plenty, Golgi complex are seen in plenty in glandular cells. എവിടെയാണ് ഗോൾഗി കോംപ്ലക്സ് എന്ന കോശാംഗം കൂടുതലായി കാണപ്പെടുന്നത്? ഇവ കാണപ്പെടുന്നത് ഗ്രന്ഥി കോശങ്ങളിലാണ്. These Golgi complexes are seen in plenty in the cells seen in the glands. ഗ്രന്ഥികളിൽ കാണപ്പെടുന്ന കോശങ്ങളിലാണ് ഗോൾഗി കോംപ്ലക്സുകൾ കൂടുതലായി കാണപ്പെടുന്നത്. The next cell organelle is chloroplast. അടുത്ത കോശാംഗമാണ് ഹരിത കണം. ഇറ്റ് ഈസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ. ഇരട്ട സ്തരം ആവരണമായുള്ള ഒരു കോശാംഗമാണ് ഹരിതകണം. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്? Photosynthesis takes place in the chloroplast. The pigment chlorophyll present in the chloroplast gives green color to plant parts. എന്താണ് ഹരിതകണത്തിന്റെ ധർമ്മം? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണങ്ങളിലാണ്. സസ്യഭാഗങ്ങൾക്ക് പച്ചനിറം നൽകുന്ന ഹരിതകം കാണപ്പെടുന്നത് ഹരിത കണങ്ങളിലാണ്. So what is the function of chloroplast? Photosynthesis. എന്താണ് ഹരിതകണത്തിന്റെ ധർമ്മം? പ്രകാശ സംശ്ലേഷണം. What is photosynthesis? Plants prepare their own food by utilizing the factors like minerals, salts, water, sunlight, carbon dioxide and chlorophyll. എന്താണ് പ്രകാശ സംശ്ലേഷണം? സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങൾ ധാതു ലവണങ്ങൾ, ജലം, സൂര്യപ്രകാശം, കാർബൺ ഡയോക്സൈഡ്, ഹരിതകം എന്നിവ ഉപയോഗിച്ച് സ്വയം ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. The photosynthesis take place in
ദ ക്ലോറോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണത്തിലാണ്. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ related to different kinds of organelles. The first organelle given there is vacuole. Heading is already given there, vacuole. First point, covered by tonoplast. Second point, stores water, salts and excretory materials. വിവിധ തരം കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കൂ. ആദ്യത്തെ കോശാംഗമാണ് ഫേനം. തലക്കെട്ട് അഥവാ ഹെഡിങ് അവിടെ നൽകിയിട്ടുണ്ട്, ഫേനം. ആദ്യത്തെ പോയിന്റ്, ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. The second cell organelle given there is Golgi complex. In that box you have to write 2 points. The first point, it collects cell secretions. Second point, seen in glandular cells. രണ്ടാമത്തെ കോശാംഗം, അവിടെ ഹെഡിങ് എഴുതേണ്ടത് ഗോൾഗി കോംപ്ലക്സ്. അതിലെ ആദ്യത്തെ പോയിന്റ്, കോശസ്രവങ്ങൾ സംഭരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. The third box is, the heading is mitochondrion. The 2 points are given there, powerhouse, seen in plenty in the liver, brain, muscles, etc. മൂന്നാമത്തെ ബോക്സ്, അതിൻ്റെ ഹെഡിങ് ആണ് മൈറ്റോകോൺട്രിയോൺ. അതിലെഴുതേണ്ട 2 പോയിന്റും അവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റാണ് ഊർജ നിലയം. രണ്ടാമത്തെ പോയിന്റാണ് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്നു. The fourth box is endoplasmic reticulum. First point, the passage in the cell. Second point, it provides firmness and shape to the cell. നാലാമത്തെ ബോക്സ്, ഹെഡിങ് അവിടെ നൽകിയിട്ടുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിലെഴുതേണ്ട ആദ്യത്തെ പോയിന്റ്, കോശത്തിനുള്ളിലെ സഞ്ചാരപാത. രണ്ടാമത്തെ പോയിന്റ്, കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. The fifth box is ribosome. The heading is ribosome. The first point, center of protein synthesis. Second point, seen attached to the endoplasmic reticulum or free in the cytoplasm. അഞ്ചാമത്തെ ബോക്സ് ആണ്, അതിൻ്റെ ഹെഡിങ് ആണ് റൈബോസോം. ആദ്യത്തെ പോയിന്റിൽ എഴുതേണ്ടത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. രണ്ടാമത്തെ പോയിന്റ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. Now we can write some questions and their answers. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും
അവയുടെ ഉത്തരങ്ങളും എഴുതാം. Where ribosome is seen either attached to the endoplasmic reticulum or free in the cytoplasm. Function of ribosome. Ribosome is the center of protein synthesis in the cell. Which is the center of protein synthesis in the cell? Answer: ribosome. Name the characteristic membrane which covers the vacuole. Answer: tonoplast. Name the cell organelle which is covered by a characteristic membrane called tonoplast. Answer: vacuole. What is the function of vacuole? Vacuole stores water, salts and excretory materials. Name the cell organelle which stores water, salts and excretory materials. Answer: vacuole. Name the cell organelle which collects cell secretions. Answer: Golgi complex. Where Golgi complex are seen in plenty. Golgi complex are seen in plenty in glandular cells. What is the function of Golgi complex? Golgi complex collects cell secretions like enzymes, hormones, and mucus in small vesicles. Name the pigment seen in the cell organelle called chloroplast. Answer: chlorophyll. What is the color of chlorophyll? Answer: green. What is the function of chloroplast? Answer: photosynthesis. Name the cell organelle which help in photosynthesis. Chloroplast. Name the pigment which imparts green color to plant parts. Chlorophyll.